അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. 5ാം ക്ലാസ്സിൻ്റെ കിതാബ് തജ്വീദിലെ ഒന്നാമത്തെ പാഠഭാഗമായിട്ട് നിങ്ങൾക്ക് വരുന്നത് അൽ ഖുർആനുൽ കരീം. നമുക്ക് പാഠഭാഗം മനസ്സിലാക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നാം താമസിക്കുന്ന വീടും നമുക്ക് ആവശ്യമായ ഭക്ഷണവും വെള്ളവും വസ്ത്രവും മറ്റെല്ലാ സൗകര്യങ്ങളും നൽകി പരിപാലിക്കുന്നവനാണല്ലോ സർവശക്തനായ അല്ലാഹു. അവന്റെ കലാമായ വിശുദ്ധ ഗ്രന്ഥമാണ് അൽ ഖുർആനുൽ കരീം. സർവർക്കും വഴികാട്ടിയായ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അവതരിപ്പിക്കപ്പെട്ടതാണ് പരിശുദ്ധ ഖുർആൻ. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും വലിയ മുഅ്ജിസത്താണ്. റമളാൻ മാസത്തിൽ മക്കയിലെ ഹിറാ ഗുഹയിലാണ് വിശുദ്ധ ഖുർആൻ അവതരണത്തിന്റെ തുടക്കം. നബി തങ്ങൾക്ക് അപ്പോൾ 40 വയസ്സായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 40 വയസ്സുള്ളപ്പോഴാണ് ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടത്. തുടർന്ന് 23 വർഷത്തിനിടയ്ക്ക് വിവിധ ഘട്ടങ്ങളിലായി അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരം ജിബ്രീൽ അലൈഹിസ്സലാം നബി തങ്ങൾക്ക് പാരായണം ചെയ്ത് കേൾപ്പിച്ചാണ് ഖുർആനിന്റെ അവതരണം. ഖുർആൻ പഠിക്കലും പാരായണം ചെയ്യലും ഓരോ മുസ്ലിമിനും അനിവാര്യമാണ്. ഖുർആനിൽ 114 സൂറത്തുകളാണുള്ളത്. പാരായണ സൗകര്യത്തിന് ഖുർആൻ 30 ജുസ് ആയി തിരിച്ചിട്ടുണ്ട്. 114 സൂറത്തുകളിൽ 86 എണ്ണം നബി തങ്ങളുടെ ഹിജ്റക്ക് മുമ്പ് മക്ക ജീവിതകാലത്ത് അവതരിപ്പിക്കപ്പെട്ടതാണ്. മക്കയിൽ വെച്ചിട്ടാണ് 86 സൂറത്തുകൾ അവതരിപ്പിക്കപ്പെട്ടത്. അവക്ക് സൂറത്തുൽ മക്കിയ എന്ന് പറയുന്നു. മക്കയിൽ അവതരിപ്പിക്കപ്പെട്ടതിന് മക്കിയ എന്നാണ് അറിയപ്പെടുന്നത്. ബാക്കി 28 എണ്ണം മദീനയിലേക്ക് ഹിജ്റ പോയതിന് ശേഷം ഇറങ്ങിയ സൂറത്തുകളാണ്. അവക്ക് മദനിയ എന്നുമാണ് പറയുന്നത്. വിവിധ ഘട്ടങ്ങളിലായി അവതരിപ്പിക്കപ്പെട്ട ആയത്തുകൾ ഒരു ഗ്രന്ഥമായി ക്രോഡീകരിക്കപ്പെട്ടതാണ് മുസ്ഹഫ്. ഖുർആനിന് അൽ ഫുർഖാനുൽ അലീം എന്നും പേരുണ്ട്. ഇത്രയാണ് പാഠഭാഗം. ഇനി നമുക്ക് അതിന്റെ പ്രതിപാദന നോക്കാം. താഴെ കൊടുത്ത പദസൂര്യനിൽ നിന്ന് ഖുർആന്റെ പ്രത്യേകതകൾ തീർത്തു പറയാനാണ്. നമ്മൾ പാഠഭാഗത്തിൽ വായിച്ച കാര്യങ്ങളാണ് ഇവിടെ പദസൂര്യനായിട്ട് തന്നത്. അപ്പൊ അത് ചേർത്ത് പറയാനാണ്. ഖുർആനിൽ 114 സൂറത്തുകളുണ്ട്. ഖുർആൻ ജിബ്രീൽ അലൈഹിസ്സലാം മുഖേനയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ഇറക്കപ്പെട്ടത്. ഖുർആനിൽ 30 ജുസുകളുണ്ട്. ഖുർആൻ 23 വർഷം കൊണ്ടാണ് അവതരിപ്പിക്കപ്പെട്ടത്. 40 വയസ്സുള്ളപ്പോഴാണ് ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതരിപ്പിക്കപ്പെട്ടത്. ഖുർആൻ റമളാൻ മാസത്തിലാണ് അവതരിപ്പിക്കപ്പെട്ടത്. ഖുർആൻ റമളാൻ മാസത്തിലാണ് ഇറക്കപ്പെട്ടത്. ഖുർആനിൽ 28 സൂറത്തുകൾ മദനിയ എന്ന പേരിൽ അറിയപ്പെടുന്നു. ഖുർആനിൽ 86 സൂറത്തുകൾ മക്കിയ എന്ന പേരിലും അറിയപ്പെടുന്നു. ഇനി മുകളിലെ ഈ പദസൂര്യൻ ചാർട്ട് പേപ്പറിൽ മനോഹരമായി വരച്ച് ക്ലാസ്സിൽ പ്രദർശിപ്പിക്കാനാണ്. അപ്പോൾ അത് ഇതുപോലെ വ്യത്യസ്ത നിറങ്ങളോട് കൂടി വരച്ച് ക്ലാസ്സിൽ പ്രദർശിപ്പിക്കാം. ഇനി നമുക്ക് ഉത്തരം കണ്ടെത്താനാണ് അടുത്ത പ്രവർത്തനം വരുന്നത്. കലാം എന്നാൽ എന്താണ് കലാം? അള്ളാഹുവിന്റെ വിശുദ്ധ ഗ്രന്ഥമാണ് കലാം എന്നറിയപ്പെടുന്നത്. അത് അൽ ഖുർആനുൽ കരീം. അടുത്തത് മുസ്ഹഫ് എന്നാൽ എന്ത്? രണ്ടാമത്തെ ചോദ്യം എന്താണ്? മുസ്ഹഫ് എന്നാൽ എന്ത്? വിവിധ ഘട്ടങ്ങളിലായി അവതരിപ്പിക്കപ്പെട്ട ആയത്തുകൾ ഒരു ഗ്രന്ഥമായി ക്രോഡീകരിക്കപ്പെട്ടതാണ് മുസ്ഹഫ്. 3. ഖുർആന്റെ മറ്റൊരു പേരെന്താണ്? അൽ ഫുർഖാനുൽ അലീം എന്നും പേരുണ്ട്. ഖുർആനിന് അൽ ഫുർഖാനുൽ അലീം എന്നും പേരുണ്ട്. 3ാമത്തെ ചോദ്യത്തിന് ആൻസർ ആക്കി എഴുതാം. 4ാമത്തെ ചോദ്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും വലിയ മുഅ്ജിസത്ത് ഏത്? പരിശുദ്ധ ഖുർആൻ എന്ന് ഒറ്റ വാക്കിൽ എഴുതിയാൽ മതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും വലിയ മുഅ്ജിസത്താണ് ഖുർആൻ. ഇനി അടുത്ത വർക്ക് എന്താണ്? ഖുർആനിലെ അവസാനത്തെ 9 സൂറത്തുകളുടെ പേരുകൾ കണ്ടെത്തിയിട്ട് ലിസ്റ്റ് ചെയ്യാനാണ്. അവസാനത്തെ 9 സൂറത്തുകളുടെ പേര് ഓർഡറിൽ എഴുതണം. അപ്പൊ അവസാനം വരുന്നത് സൂറത്തുൻ നാസ് ആണ്. അപ്പൊ അത് നമുക്കിവിടെ എഴുതാം. സൂറത്തുൻ നാസ്, സൂറത്തുൽ ഫലഖ്, സൂറത്തുൽ ഇഖ്ലാസ്, സൂറത്തുൽ മസദ്, സൂറത്തുൻ നസ്ർ, സൂറത്തുൽ കാഫിറൂൻ, സൂറത്തുൽ കൗസർ, സൂറത്തുൽ മാഊൻ, സൂറത്തുൽ ഖുറൈശ്. അങ്ങനെ സൂറത്തുകൾ
പേരുകൾ ഓർഡറിൽ നമുക്കിവിടെ കൊടുക്കാം. അപ്പോൾ അവസാനത്തെ 9 എണ്ണം അങ്ങനെ ഓർഡറിൽ വരും. മനസ്സിലായല്ലേ? അപ്പോൾ അത് ഖുർആനിൽ നോക്കിയിട്ട് അതിൻ്റെ പേരുകൾ നമുക്ക് ഇവിടേക്ക് പകർത്തി എഴുതിയാൽ മതി. അടുത്ത എന്താണ് വർക്ക് വരുന്നത്? കൂട്ടുകാരോടൊപ്പം ചർച്ച ചെയ്യൂ, എന്നിട്ട് അതിലെ പ്രധാന പോയിന്റ് നോട്ട് ചെയ്യാനാണ്. എന്താണ് പറഞ്ഞത്? സ്വന്തമായ ഒരു മുസഹഫ് ജീവിതത്തിൽ കൂട്ടുകാരനെ പോലെ കൂടെ ഉണ്ടാവണം. എന്തുകൊണ്ട്? സ്വന്തമായ ഒരു മുസഹഫ് ജീവിതത്തിൽ കൂട്ടുകാരനെ പോലെ കൂടെ ഉണ്ടാവണം. അതിനെ കുറിച്ചിട്ടാണ് ചർച്ച ചെയ്യേണ്ടത്. അപ്പോൾ അതിലെ പ്രധാന പോയിന്റുകൾ നോട്ട് ചെയ്യണം. അപ്പോൾ ഖുർആനിൽ ഈ ലോകത്ത് നടന്നതും ഇനി നടക്കാനിരിക്കുന്നതുമായ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്യുന്നുണ്ട്. നമുക്ക് വേണ്ട വിധികളെല്ലാം ഖുർആനിലുണ്ട്. അത് സത്യവും അസത്യവും വേർതിരിക്കുന്നതാണ്. അതിൽ സത്യമില്ലാത്തതൊന്നുമില്ല. അതില്ലാതെ സന്മാർഗം അന്വേഷിക്കുന്നവർ വഴിപിഴക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് അതിനെക്കുറിച്ച് അവിടെ ചർച്ച ചെയ്യാം. എന്നിട്ട് നിങ്ങളുടെ ഓരോരുത്തരുടെ അഭിപ്രായങ്ങൾ എന്താണ്, അത് ശരിയാണോ, അതുകൊണ്ട് അങ്ങനെയൊക്കെ സംഭവിക്കും എന്നൊക്കെ നിങ്ങൾ സ്വന്തമായിട്ട് ചർച്ച ചെയ്തിട്ട് എഴുതുകയാണ് വേണ്ടത്. അപ്പോൾ അത് മനസ്സിലാക്കുക. അപ്പോൾ ഇത്രയാണ് ഈ പാഠഭാഗത്തിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ എല്ലാവരും മനസ്സിലാക്കി പഠിക്കുക. കൂട്ടുകാർക്കൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് അടുത്ത പാഠവുമായി അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.